എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും അതിനോടനുബന്ധമായും ചിലത് പറയാനാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് വളരെ വ്യാപ്തിയുള്ളതാണ്. ഇത്ര അനുയോജ്യമായ ഒരു പേര് തിരഞ്ഞെടുത്തവർ ആരായാലും അവർ അഭിനന്ദനം അർഹിക്കുന്നു. ആരംഭത്തിലെ ചില ഡിഫൻസ് അഡ്രസ്സുകളിൽ അല്ലെങ്കിൽ മീഡിയ കോൺഫറൻസുകളിൽ 2 വനിതാ ഓഫീസർമാരെ ഉൾപ്പെടുത്തിയത് രാജ്യത്തിനും ലോകത്തിനും നൽകിയ സന്ദേശം വളരെ ഉചിതമായി. പഹൽഗാം ടെററിസ്റ്റ് ആക്രമണത്തിനു ശേഷം നമ്മുടെ ഗവൺമെന്റ് നടത്തിയ പല ഹൈ ലെവൽ മീറ്റിംഗ്സും വളരെ ആകാംക്ഷയോടെയാണ് ലോകം മുഴുവൻ നോക്കിക്കണ്ടത്. ഇന്ത്യൻ പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററുമായുള്ള കൂടിക്കാഴ്ച, പ്രൈം മിനിസ്റ്ററും അദ്ദേഹത്തിന്റെ വിവിധ ടീമുകളുമായുള്ള കൂടിക്കാഴ്ചകൾ, ഡിഫൻസ്, ഹോം, ഹെൽത്ത് മിനിസ്റ്റർമാർ തങ്ങളുടെ ടീമുകളുമായി ചിട്ടയായി നടത്തിയ കൂടിക്കാഴ്ചകൾ, ഇവയൊക്കെ പ്രക്ഷുബ്ധമായ മനസ്സോടെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. എപ്പോൾ എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ തിരിച്ചടി എന്നറിയാൻ എല്ലാവരും കാത്തിരുന്നു. വാണിജ്യപരമായും മറ്റുമുള്ള ഉപരോധങ്ങൾക്ക് പുറമെ മെയ് 7-ാം തീയതി അതിരാവിലെ അപ്രതീക്ഷിതമായി നമ്മുടെ സൈന്യം വളരെ കൃത്യതയോടെ തിരിച്ചടിച്ചു. അതിലൂടെ കുറേയേറെ തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുകയുമുണ്ടായി. തുടർന്നുണ്ടായ പാകിസ്ഥാന്റെ തിരിച്ചടി ശ്രമങ്ങൾക്കു ശേഷമാണ് നമുക്ക് കൂടുതൽ ശക്തമായ പ്രത്യാക്രമണങ്ങൾക്ക് മുതിരേണ്ടി വന്നത്. ഇന്ത്യയുടെ ദൃഢനിശ്ചയം, തീരുമാനങ്ങളിലെ വ്യക്തത, ആക്രമണങ്ങളിലെ കണിശത, സൈന്യത്തിന്റെ കെട്ടുറപ്പ്, ഇതെല്ലാം വ്യക്തമാക്കിയ സംഭവങ്ങളാണ് പിന്നീട് ലോകം കണ്ടത്. വളരെ കുറച്ചു ദിവസങ്ങൾ നീണ്ടുനിന്ന ഈ യുദ്ധം ഇന്ത്യയും ഭീകരരും തമ്മിലായിരുന്നു, അല്ലാതെ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടായിരുന്നില്ല. പക്ഷേ പാകിസ്ഥാൻ ആക്രമിക്കാൻ ശ്രമിച്ചത് ഇന്ത്യയിലെ സാധാരണ ജനങ്ങളെ കൂടിയാണ്. നമ്മളിൽ പലരും വിചാരിക്കുന്നത് പോലെ യുദ്ധം ചെയ്യുന്നത് സൈന്യം മാത്രമല്ല, നമ്മൾ ഓരോ ഭാരതീയർ കൂടിയാണ്. യുദ്ധത്തിന്റെ ഗുണങ്ങളും ദോഷങ്ങളും അനുഭവിക്കുന്നതും എല്ലാ ഭാരതീയരുമാണ്. ഇടയ്ക്കിടെ രാജ്യാതിർത്തികളിലും ഉള്ളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഭീകരാക്രമണങ്ങൾക്ക് അറുതി വരുത്തേണ്ടിയിരിക്കുന്നു. പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തു നൽകിയ സന്ദേശങ്ങൾ വ്യക്തവും ദൃഢവുമായിരുന്നു. അവയിൽ പ്രധാനപ്പെട്ടവ ഇവയാണ്: ന്യൂക്ലിയർ ബ്ലാക്ക്മെയിൽ അനുവദിക്കില്ല. ഓപ്പറേഷൻ സിന്ദൂർ തുടരും. തീവ്രവാദികളെയും അതിൻ്റെ ഉത്തരവാദികളെയും ഒരുപോലെ കണക്കാക്കി തിരിച്ചടിക്കും. തീവ്രവാദവും വ്യാപാരവും ഒരുമിച്ച് കൊണ്ടുപോകാനാവില്ല. രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകാൻ അനുവദിക്കില്ല. പാകിസ്ഥാനുമായി സംസാരിക്കുന്നത് തീവ്രവാദത്തെക്കുറിച്ചും പാക് ഓക്കുപൈഡ് കാശ്മീരിനെ കുറിച്ചും മാത്രമായിരിക്കും. ഓപ്പറേഷൻ സിന്ദൂർ തുടരാനുള്ള ഭാരതത്തിന്റെ തീരുമാനം രാജ്യസുരക്ഷയ്ക്കും പുരോഗതിക്കും നമുക്കും നമ്മുടെ വരുന്ന തലമുറകൾക്കും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഭാരത സർക്കാരിനും സൈന്യത്തിനും ഒറ്റക്കെട്ടായി പിന്തുണ നൽകേണ്ടതുണ്ട്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ, അതായത് ഡയറക്റ്റ് ആയോ ഇൻഡയറക്റ്റ് ആയോ, നമ്മളെല്ലാവരും ടാക്സ്, ഡ്യൂട്ടി ഇവയൊക്കെ കൊടുക്കുന്നവരാണ്. ഉദാഹരണമായി ഇൻകം ടാക്സ്, ഗൂഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, കസ്റ്റംസ് ഡ്യൂട്ടി മുതലായവ. നമ്മൾ ഇങ്ങനെ കൊടുക്കുന്ന പണമാണ് സർക്കാർ യുദ്ധത്തിനടക്കം എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നത്. അത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും വികസനത്തിനും വേണ്ടി കൃത്യമായി ചിലവഴിക്കുന്നുണ്ടെന്നറിയുമ്പോൾ സാധാരണ പൗരന്മാർക്ക് ലഭിക്കുന്ന സന്തോഷവും ആത്മവിശ്വാസവും അത്യധികമാണ്. ഭീകരാക്രമണം രാജ്യാതിർത്തികളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അതിന് പല മാനങ്ങളും തലങ്ങളും ഉണ്ടാവാം. അത്
സൈബർ ആക്രമണമായോ ബോംബ് സ്ഫോടനങ്ങളായോ ഒക്കെ നാം പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പാകിസ്ഥാന് കിട്ടിയ തിരിച്ചടി ശക്തവും വിനാശകരവുമാണ്. പെട്ടെന്നില്ലെങ്കിലും തുടരാക്രമണങ്ങൾക്ക് അവർ കോപ്പ് കൂട്ടിക്കൊണ്ടേയിരിക്കും. പാകിസ്ഥാനു പുറമെ വേറെയും ശക്തരായ എതിർരാഷ്ട്രങ്ങൾ ഭാരതത്തിനുണ്ടെന്നുള്ളത് തികച്ചും പ്രസക്തമാണ്. ഇനി അങ്ങോട്ടും നമ്മൾ വളരെ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ നമുക്കും ഇനി വരുന്ന തലമുറകൾക്കും സമാധാനമായി ജീവിക്കാനും ഒപ്പം 2047 വികസിത രാഷ്ട്രമാവുകയെന്ന ഭാരതത്തിൻ്റെ മഹത്തായ സ്വപ്നം സഫലീകരിക്കാനും സാധിക്കുകയുള്ളൂ. താങ്ക് യു. നന്ദി.